എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് admission.uoc.ac.in/admission എന്നുള്ള പേജ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് കാണാം FIUGP 2025-26 സെക്കൻഡ് അലോട്ട്മെൻറ്റ് ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ നിങ്ങൾ അവിടെ ക്ലിക്ക് ഹിയറിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നതാണ്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാപ്പ് ഐ ഡിയും അതുപോലെ തന്നെ സെക്യൂരിറ്റി കീയും നൽകി ലോഗിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ ക്യാപ്പ് ഐ ഡിയും സെക്യൂരിറ്റി കീയും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫോർഗോട്ട് ലോഗിൻ ക്രെഡൻഷ്യൽസ് ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞുള്ള ഒരു ലിങ്ക് ഉണ്ട്. അവിടെയുള്ള ഒരു ക്ലിക്ക് ഹിയറിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം സെലക്ട് രജിസ്ട്രേഷൻ ടൈപ്പ് എന്നുള്ള സെലക്ട് ചെയ്യുക. അത് അവിടെ FIUGP രജിസ്ട്രേഷൻ 2025 എന്നുള്ള സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എൻ്റർ യുവർ ഇമെയിൽ അഡ്രസ്സ് അതുപോലെ തന്നെ എൻ്റർ യുവർ മൊബൈൽ നമ്പർ എന്നിവ കാണാം. അവിടെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ മൊബൈൽ നമ്പറും നിങ്ങൾ നൽകുക. അതിനുശേഷം വിദ്യാർത്ഥികൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലേക്കും അതുപോലെ തന്നെ ആ ഒരു മൊബൈൽ നമ്പറിലേക്കും നിങ്ങളുടെ ക്യാപ്പ് ഐ ഡിയും സെക്യൂരിറ്റിക്കും നിങ്ങൾക്ക് SMS ആയിട്ടും ഇമെയിലായിട്ടും ലഭിക്കുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കിട്ടിയ കോളേജിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത്. അതേസമയം നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും കിട്ടി സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിലാണ് ജോയിൻ ചെയ്യേണ്ടത്. അതുപോലെ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ എവിടെയാണോ കിട്ടിയത് അവിടെയാണ് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത്. ഇനി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം പറയാം. അപ്പോൾ ആദ്യം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രസ് റിലീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം, കാരണം അതിൽ വിദ്യാർത്ഥികൾക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് 2025-26 വർഷത്തേക്കുള്ള ബിരുദ പ്രവേശനത്തിൻ്റെ രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും മാൻഡറ്ററി ഫീസ് അടച്ച് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതാണ്. അത് ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം ജൂലൈ 2-ാം തീയതി വൈകുന്നേരം 3 മണിക്കുള്ളിൽ കോളേജിൽ ഹാജരായിട്ട് സ്ഥിര അഡ്മിഷൻ നേടണം. സ്ഥിര അഡ്മിഷനാണ് പറഞ്ഞിട്ടുള്ളത്, പെർമനൻറ്റ് അഡ്മിഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടതാണ്. അതുപോലെ തന്നെ അല്ലാത്ത പക്ഷം പ്രസ്തുത വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരിക്കുന്ന അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ മാൻഡറ്ററി ഫീസ് അടച്ച ശേഷം മാത്രമാണ് നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ നേടേണ്ടത്. അതുപോലെ തന്നെ ഒന്നാം അലോട്ട്മെൻറ്റ് ലഭിച്ച് ഈ ഒരു മാൻഡറ്ററി ഫീസ് അടച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മാറിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഫീസ് അടയ്ക്കേണ്ടതില്ല. അതായത് നിങ്ങൾക്കിപ്പോൾ അലോട്ട്മെൻറ്റ് വീണ്ടും മാറിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഫീസ് അടയ്ക്കേണ്ടതില്ല. അതുപോലെ തന്നെ SC ST OEC അതുപോലെ തന്നെ OECക്ക് തുല്യമായിട്ടുള്ള വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഇതര 30 സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് 145 രൂപയാണ് ഫീസ്, മറ്റുള്ളവർക്ക് 575 രൂപയാണ് ഫീസ്. അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1ഉം 2ഉം അലോട്ട്മെൻറ്റ് ലഭിച്ച് മാൻഡറ്ററി ഫീസ് അടച്ച എല്ലാ വിദ്യാർത്ഥികളും അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത ശേഷം 2/2025 അതായത് ജൂലൈ 2-ാം തീയതി വൈകുന്നേരം 3 മണിക്കുള്ളിൽ കോളേജിൽ ഹാജരായി നിർബന്ധമായിട്ടും സ്ഥിര അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം പ്രസ്തുത വിദ്യാർത്ഥികൾക്ക് മുമ്പ് ലഭിച്ചിരുന്ന അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതും അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്നും പുറത്താകുന്നതും ആയിരിക്കും. അതുപോലെ ലഭിച്ച ഓപ്ഷനിൽ തൃപ്തരായിട്ടുള്ള വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷൻ ഇനി പരിഗണിക്കപ്പെടേണ്ടതില്ല എന്നാണെങ്കിൽ ജൂലൈ 2-ാം തീയതി വൈകുന്നേരം 3 മണിക്കുള്ളിൽ നിർബന്ധമായിട്ടും ഹയർ ഓപ്ഷൻസ് റദ്ദ് ചെയ്യേണ്ടതാണ്. അതുപോലെ ഹയർ ഓപ്ഷനുകൾ നിലനിർത്തുന്ന പക്ഷം പ്രസ്തുത ഹയർ ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഒന്നിലേക്ക് 3-ാം അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ അത് നിർബന്ധമായിട്ട് നിങ്ങൾ സ്വീകരിക്കണം. ഇതോടെ നിങ്ങൾക്ക് ഫസ്റ്റിലോ സെക്കൻഡിലോ അലോട്ട്മെൻറ്റ് ലഭിച്ച് നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുള്ള ആ ഒരു സീറ്റും നഷ്ടമാവുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം പുതിയ ആ ഒരു സീറ്റിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ആ ഒരു സീറ്റ് പിന്നീട് ഒരു കാരണവശാലും പുനഃസ്ഥാപിച്ച് നൽകുന്നതും അല്ല. അതുപോലെ തന്നെ ഹയർ ഓപ്ഷനുകൾ ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ റദ്ദ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കോഴ്സ് പുനഃക്രമീകരിക്കുന്നതിനോ പുതിയ കോളേജുകളോ കോഴ്സുകളോ കൂട്ടിച്ചേർക്കുന്നതിനോ ഈ ഒരു അവസരത്തിൽ സാധിക്കുന്നതല്ല. അതായത് നിങ്ങൾക്ക് പുതിയ കോഴ്സുകൾ കൂട്ടിച്ചേർക്കാനായിട്ട് പറ്റുന്നതല്ല. അതുപോലെ തന്നെ ഹയർ ഓപ്ഷനുകൾ റദ്ദ് ചെയ്യുന്നവർ നിർബന്ധമായിട്ടും പുതുക്കിയ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. അതുപോലെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അതത് കോളേജുമായി ബന്ധപ്പെടേണ്ടതും ആവശ്യമായിട്ടുള്ള രേഖകൾ സഹിതം ജൂലൈ 2-ാം തീയതി അതായത് 2/2025 തീയതി 3 മണിക്കൂർ മുമ്പായിട്ട് തന്നെ കോളേജിൽ ഹാജരായി പ്രവേശനം നേടേണ്ടതുമാണ്. പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾ TC ഒഴികെയുള്ള യോഗ്യതാ പരീക്ഷയുടെ സർട്ടിഫിക്കറ്റുകൾ കോളേജുകളിലെ പരിശോധനയ്ക്ക് ശേഷം പ്രവേശനം നേടുന്ന ദിവസം തന്നെ നിങ്ങൾക്ക് തിരിച്ചു വാങ്ങാവുന്നതാണ്. അതായത് നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് അതായത് പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു നിങ്ങളുടെ TC ഒഴികെയുള്ള യോഗ്യതാ പരീക്ഷകളുടെ സർട്ടിഫിക്കറ്റുകൾ
കോളേജിലെ പരിശോധനയ്ക്ക് ശേഷം പ്രവേശനം നേടുന്ന ദിവസം തന്നെ നിങ്ങൾക്ക് തിരിച്ചു വാങ്ങാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് അഥവാ ആ ഒരു സീറ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടി നിങ്ങൾ അഡ്മിഷൻ നേടുന്ന സമയത്ത് ആ ഒരു TC അവിടെ കൊടുക്കാം. എന്നാൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് തിരിച്ചു വാങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ ചില കോളേജുകൾ നിങ്ങൾക്ക് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് വരുന്നത് വരെ ഫീസ് അടക്കാനായിട്ട് ടൈം തരാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തിന് ശേഷം പിന്നീട് ഫീസ് അടച്ചാൽ മതിയെന്ന് കോളേജുകൾ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ ഇഷ്ടമില്ലാത്തൊരു കോളേജ് അല്ലെങ്കിൽ കോഴ്സാണ് കിട്ടിയതെങ്കിൽ കൂടി നിങ്ങൾക്കവിടെ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ആപ്ലിക്കേഷൻ പ്രിവ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റിൻ്റെ സ്റ്റാറ്റസ് കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾ അവിടെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് കൃത്യമായിട്ട് നിങ്ങൾ പരിശോധിക്കുക. അപ്പോൾ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് കൃത്യമായിട്ട് നിങ്ങൾ പരിശോധിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണാം. അതുപോലെ ഏത് കോളേജിൽ ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്നും കാണാൻ സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് കാണാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇതേ രീതിയിൽ സോറി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ കാണുക. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുകയും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് കിട്ടിക്കഴിഞ്ഞാലും കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് മാൻഡേറ്ററി ഫീ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെയുള്ള ക്ലിക്ക് ഹിയർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ മാൻഡേറ്ററി ഫീസ്, അതായത് ജനറൽ കാറ്റഗറിക്ക് 575 രൂപയാണ്. SC ST OEC അതുപോലെ OECക്ക് തുല്യമായിട്ടുള്ള ഫീസ് ആനുകൂല്യം കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് 145 രൂപയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ 145 രൂപ. അപ്പോൾ ആ ഒരു ഫീസ് നിങ്ങൾ അടക്കുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഈ ഒരു നെറ്റ് ബാങ്കിങ്ങോ UPI ഒക്കെ വെച്ച് അടക്കാം. UPI ആണെങ്കിൽ കുറച്ച് അതായത് പേയ്മെൻറ്റ് ഫെയിൽഡ് ആകുന്ന ഇഷ്യൂ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അത് പേയ്മെൻറ്റ് ഫെയിൽഡ് ആകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ നോക്കുക. അങ്ങനെ ഫെയിൽഡ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ അക്ഷയ വഴി ഫീ പേയ്മെൻറ്റ് ചെയ്താൽ മതി. അവർ നെറ്റ് ബാങ്കിങ് വഴി പേയ്മെൻറ്റ് ചെയ്തോളും. ഇനി അടുത്തതായിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ചലാൻ റെസിപ്റ്റ് അവിടെ ക്ലിക്ക് ഹിയർ ഓപ്ഷൻ ഉണ്ടാവും. ചലാൻ റെസിപ്റ്റ് എന്നുള്ളൊരു ഓപ്ഷനാണ്. അവിടെ ക്ലിക്ക് ഹിയർ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ആ ഒരു മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റിൻ്റെ റെസിപ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ആ റെസിപ്റ്റ് അഡ്മിഷൻ സമയത്ത് ആവശ്യമാണ്. അതുപോലെ തന്നെ ഇതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അഡ്മിറ്റ് കാർഡ് ചിലപ്പോൾ അതിനായിട്ട് ഇതുപോലെ തന്നെ മറ്റൊരു ടാബ് കാണാൻ പറ്റും. എന്നാൽ നിങ്ങൾക്ക് ചില സമയത്ത് ആപ്ലിക്കേഷൻസ് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസിൻ്റെ പേജിലോ അല്ലെങ്കിൽ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റിൻ്റെ പേജിലോ അല്ലെങ്കിൽ ചലാനിൻ്റെ പേജിലോ ഒക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ലിങ്ക് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങൾ കോളേജിൽ കോൺടാക്റ്റ് ചെയ്യുക. എത്ര രൂപയാണ് അഡ്മിഷൻ ടൈമിൽ അടക്കേണ്ടത് എന്നൊക്കെ ചോദിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ സീറ്റ് മതി എന്നാണെങ്കിൽ നിങ്ങൾ കോളേജിൽ പോയിട്ട് ഇപ്പോൾ കിട്ടിയ കോഴ്സ് മതിയെങ്കിലും അല്ല എങ്കിലും നിങ്ങൾ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടുക. കാരണം അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടും. പിന്നീട് തേർഡ് അലോട്ട്മെൻറ്റ് ഒന്നും പരിഗണിക്കപ്പെടുന്നതല്ല. അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ചില കോളേജുകൾ ഫീസ് ഇപ്പോൾ അടക്കേണ്ട പിന്നീട് അടച്ചാൽ മതി എന്ന് പറയാറുണ്ട്. കാരണം തേർഡ് അലോട്ട്മെൻറ്റ് കൂടി വരാനുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കോളേജിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ TC അവിടെ നിന്ന് വാങ്ങി വെക്കും. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ആ പരിശോധനയ്ക്ക് ശേഷം നിങ്ങൾക്ക് തിരിച്ച് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ ഉടൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.